കൊന്നിച്ചു മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 3 എപ്പിസോഡ് 9 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, ഈ വീഡിയോ കുറച്ച് ചെറുതായിരിക്കും, കാര്യം എനിക്ക് ഇന്ന് കുറച്ച് തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എന്നോടൊന്ന് ക്ഷമിച്ചേക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ലെങ്ത് കൂട്ടാം. പക്ഷേ അതിനുവേണ്ടി വീഡിയോ ഡേറ്റ് അവസാനം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ മറക്കണ്ട. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. സോ നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. അന്നേ ദിവസം തന്നെ എന്നെ കാണാനായിട്ട് ഒത്തിരിയധികം ആൾക്കാരുണ്ട്. ചിലർ വന്നത് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയാൻ വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ ചിലർ വന്നത് എൻ്റെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം. അങ്ങനെ ആ കൂട്ടത്തിലാണ് ഗിഡിയനും അവിടേക്ക് വന്നത്. അവനാട്ടെ എനിക്കൊരു സംഭവം തരികയും ചെയ്തു. എന്നിട്ട് പറയുകയും ചെയ്യും, നീ എന്തായാലും ഇപ്പോൾ റിക്കവർ ചെയ്യാൻ നോക്ക്, നിൻ്റെ പേഴ്സണൽ ട്രെയിനിങ് റൂം ഉണ്ടല്ലോ അത് എത്രയും പെട്ടെന്ന് റെഡിയാകുന്നതാണ്. അല്ല, നിനക്കെങ്ങനെ അറിയാം? ഡയറക്ടർ ഗുഡ്സ്കെ എന്നോടാണ് പറഞ്ഞത്. എന്തായാലും ഞാനാണ് അത് നിനക്ക് റെഡിയാക്കി തരാൻ പോകുന്നത്. പിന്നെ അത് ഫ്രീ അല്ല കേട്ടോ, നീ എന്തായാലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. എനിക്കറിയാമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിതാ പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ആർത്തർ ഒന്ന് കിടക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, അവസാനം ഒന്ന് കിടക്കാൻ ടൈമായി. പെട്ടെന്നായിരുന്നു ഒരു ഒച്ച കേൾക്കുന്നത്. അവൻ ചോദിക്കുന്നുണ്ട് ഇനി ആരാണെന്ന് പറയാൻ നേരത്താണ് അത് നമ്മുടെ ടെസ്സായിരുന്നു. ടെസ്സാട്ടെ അകത്തേക്ക് കയറി വരാൻ നേരത്ത് അവൻ ചോദിക്കുന്നുണ്ട്, അല്ലടി നിൻ്റെ അസിമുലേഷൻ സെക്ഷൻ കഴിഞ്ഞോ? അത് കഴിഞ്ഞ് ഞാൻ എന്തെല്ലാം റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് കുറച്ച് നേരത്തെ നിർത്തിയെന്ന് മാത്രം. അതെന്തായാലും നന്നായി. നിൻ്റെ കോർക്ക് എങ്ങനെയുണ്ട്? അല്ല, നിനക്ക് വേദനയോ അങ്ങനെ എന്തെങ്കിലും പ്രഷറോ വല്ലതും തോന്നുന്നുണ്ടോ? പെട്ടെന്ന് അവളൊന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, അല്ല നീ എന്തിനാ ചിരിക്കുന്നത്? ഒന്നുമില്ല, നീ മരണത്തിൻ്റെ പക്കത്ത് കിടക്കുവാണ്, എന്നിട്ടും നീ എന്നെപ്പറ്റിയാണോ തിരക്കേണ്ടത്? ഓ അതാണോ? അങ്ങനെയൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ലല്ലേ, പണ്ട് നീ എന്നെ രക്ഷിച്ച പോലെ തന്നെയാണ് ഇപ്പോഴും. ശരിയാണ്, നമ്മൾ എത്ര ദൂരം ഒരുമിച്ച് വന്നില്ലെന്ന് പറഞ്ഞിട്ട് ആദ്യം എഴുന്നേക്കാൻ നോക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവൾ പിടിക്കുകയും ചെയ്യും. നീ അവിടെ കിടക്കാൻ നോക്കിയേ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുഴപ്പമില്ല, ഞാൻ എഴുന്നേക്കാം. തൽക്കാലം നീ അവിടെ കിടക്കാൻ നോക്കി, എനിക്ക് കുഴപ്പമില്ല. അതെനിക്കറിയാം, പക്ഷേ എന്നോട് നീ ഒന്ന് ക്ഷമിക്ക്. ക്ഷമിക്കാനോ? ഞാൻ നിന്നോട് പലതവണ പറഞ്ഞില്ലേ നീ ഒരിക്കലും ക്ഷമ പറയണ്ടെന്ന്. ഇത് അതിനു വേണ്ടിയല്ല, ഈ ഒരു അഡ്വാൻറ്റേജ് ഞാൻ എടുക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ആർത്തൻ്റെ അടുത്തേക്ക് അവൾ വന്നിട്ടുണ്ട്. എന്നിട്ട് ആർത്തന്നെ അവളൊരു ഉമ്മ കൊടുക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ കാണുന്നത് ടെസ് ഓടുന്നതാണ്. അവളാട്ടെ ഓടിയൊരു ജനലിൻ്റെ സൈഡിൽ വന്ന് നിന്നിട്ട് നന്നായിട്ട് എന്നെ കിതക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയും ചെയ്യും, ദേമേ ഞാനവൻ ഉമ്മ കൊടുത്ത് അതിൻ്റെ ആദ്യത്തെ കിസ്സായിരുന്നു, ഞാൻ മര്യാദക്കാണ് ചെയ്തത്, ഞാൻ തെറ്റൊന്നും കാണിച്ചില്ലല്ലോ, എൻ്റെ ഫേസ് കുറച്ച് വീടായിരുന്നു. അല്ല ഇങ്ങനെ തന്നെ അല്ല ഉമ്മ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവളത് നോക്കുന്നുണ്ട്. എന്നിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങിട്ട് പറയും ചെയ്യും, കോപ്പ് ഞാൻ ചെയ്യണമായിരുന്ന, അവനെന്തെങ്കിലും വിചാരിച്ചു കാണുമോ? അങ്ങനെയൊന്നും ആ ജോക്കായിട്ട് എടുത്താന്ന് പറഞ്ഞാലോ? അതൊന്നും പോരാ, നീ മര്യാദയ്ക്ക് ഇരിക്കാൻ നോക്കിയേ. ഒന്നുമില്ലെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യണ്ടേ? നീ ചെയ്തില്ലെങ്കിൽ അവന് മനസ്സിലാകുമോ? ഒന്നുമില്ലെങ്കിൽ ആർത്തർ നിന്നെ വിട്ട് പോയാൽ എന്നെ എടുക്കും. അവൻ ഇപ്പോൾ എൻ്റെ കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യണത്. അത് മാറണ്ട. കാര്യം എന്നെ അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് അവൻ്റെ ലോസ് അല്ലേ. ഒന്നാമത്തെ കാര്യം, ഞാൻ ടാലൻ്റുള്ള മേജാണ്, സ്മാർട്ടാണ്, പോപ്പുലറാണ്, അത്യാവശ്യം നല്ല ലുക്കും ഉണ്ട്. സോ ഇത് അവൻ്റെ ലോസ് ആയിരിക്കും. അതുകൊണ്ട് ഇതെന്തായാലും ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അവൾ തലയും കുനിച്ച് മുന്നോട്ട് നടക്കുവാണ്. ഈ സമയത്ത് തന്നെ ആർത്തർ ഫുള്ളി സർപ്രൈസ് ആയിട്ട് നിൽക്കുവാണ്. അവൻ പറയുന്നുണ്ട്, ഞാൻ ടെസ്സിന് ഉമ്മ കൊടുത്തു. ഞാൻ ടെസ്സിന് ഒരു 13 വയസ്സുള്ള കൊച്ചിന് ഉമ്മ കൊടുത്ത് ഞാനൊരു ക്രിമിനലാണോ? നീ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും നീയും 12 വയസ്സല്ലേ. ഈ ലോകത്ത് ഞങ്ങളുടെ പ്രായമുള്ള ഒത്തിരി ഒരു മാരേജ് വരെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും അവളല്ലേ എന്നെ കിസ് ചെയ്ത്. എങ്കിലും അത് എന്നിട്ട് പെട്ടെന്ന് അവനത് ഓർക്കുന്നതുകൊണ്ട് തന്നെ അവൻ തൻ്റെ കാരണത്തിട്ട് ഒരു വട്ടം അടിക്കുകയും ചെയ്യും. എന്നിട്ട് പറയുന്നുണ്ട്, കോപ്പ് പയ്യൻ്റെ ശരീരമായതുകൊണ്ട് തന്നെ നന്നിട്ട് ഹോർമോണൊക്കെ വരുന്നുണ്ട്, ഒന്നും മര്യാദക്കിരി എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ കട്ടിലേക്ക് കിടക്കുകയും ചെയ്യും. എന്നിട്ട് പറയുന്നുണ്ട്, ആർത്തർ നീ എന്തുവാടാ ചെയ്തത്? അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഫസ്റ്റ് ഇയർ പ്രൊഫസറിനെ പറ്റിയുള്ള ന്യൂസ് ആ ഒരു കോളേജ് മുഴുവൻ പരക്കാൻ തുടങ്ങി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആർത്തറിനെ, ഗിഡിയനെ, ഗുഡ്സ്കേനെ എല്ലാവരെയും കൂടിയാണ്. അവർ പറയുന്നുണ്ട്, എന്തായാലും നാളെ മുതലല്ലേ നിൻ്റെ ക്ലാസ് തുടങ്ങാൻ പോകുന്നത്, നീ പ്രിപ്പയർ ചെയ്തോ? പ്രിപ്പയറോ? ഇന്നലെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കോപ്പം ചെയ്തിട്ടില്ല. അല്ല ടെസ്റ്റിൻ്റെ അസിമുലേഷൻ അതെങ്ങനെയുണ്ട്? നീ എപ്പോഴും ടെസ്റ്റിനെ പറ്റിയാണല്ലേ ചോദിക്കുന്നത്? അതങ്ങനെയൊന്നുമല്ല, ടെസ്റ്റിൻ്റെ അസിമുലേഷൻ വലിയ കുഴപ്പമൊന്നുമില്ല, അത് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. അവളുടെ ഗ്രാൻഡ് ഫാദർ വിറിയനുള്ള കാരണം വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഉടനെ തന്നെ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ താങ്കളായിരിക്കും ചെയ്യാൻ പോകുന്നത്? പിന്നല്ലാതെ. പെട്ടെന്ന് ഗിഡിയൻ പറയുന്നുണ്ട്, അത് മതി. എന്തായാലും ഞാൻ എനിക്ക് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ കാണാൻ നോക്ക്. ഗുഡ്സ്കെ ഇപ്പോൾ പറയുകയും ചെയ്യും, പ്രൊഫസർ ഗിഡിയൻ താങ്കൾ ഇത്രയധികം എന്തൂസിയാസ്റ്റിക് ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാര്യം താങ്കളുടെ ഫ്രീ ടൈമിലല്ലേ ഇത് പണിതത്. അതൊക്കെ ശരിയാണ്, പക്ഷേ ഈ കൊച്ചു കുരിപ്പിന് വേണ്ടിയല്ലേ, അവന് വേണ്ടി കുറച്ചധികം കാര്യങ്ങൾ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയായി തീരുമെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയാണ്. ആ സമയത്ത് പുള്ളിക്കാരി പറയുകയും ചെയ്യും, ഞാനിവനായിട്ട് ചെറിയൊരു ട്രെയിനിങ് ഫെസിലിറ്റി ഉണ്ടാക്കാനാണ് പറഞ്ഞു, ഇവൻ എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ആ സമയത്ത് അവൻ പറയുകയും ചെയ്യും, ചെറുതാ, ഞാൻ അതിൽ കൂടുതൽ കുറച്ചധികം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഡോർ അങ്ങോട്ട് തുറക്കുവാണ്.
പിന്നെ കാണിക്കുന്നത് വിശാലമായ ഒരു വലിയൊരു റൂമാണ്. അത് ഫുള്ള് എന്തൊരു ക്രിസ്റ്റലില്ലാതായിരുന്നു, പക്ഷേ ഒരു വലിയൊരു സ്ഥലം തന്നെയായിരുന്നു. അത് മാത്രമല്ല അവിടെ ഒരു വലിയ റോബോട്ട് ഉണ്ടായിരുന്നു. ആർത്തർ നേരെ അകത്തേക്ക് കയറിയിട്ട് പറഞ്ഞത് അത് ഇമ്പ്രസീവുള്ള റൂമാണല്ലോ. ആ സമയത്ത് ഇടിയൻ പറയും ചെയ്യും, എടാ പൊട്ട അതല്ല, ഇത് നോക്ക് നീ ആർട്ടിഫാക്റ്റ് കണ്ടോ? അല്ലടാ, അതിൻ്റെ ഉള്ളിൽ നിന്ന് മാനൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. അതെന്തോ സംഭവനോ? താങ്കൾക്ക് ശരിക്കും നല്ലൊരു കണ്ണുണ്ട് കേട്ടോ. ഞാൻ താങ്കൾക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് എഡിഷൻ ഓഫ് മൈ ട്രെയിനിങ് ഓപ്പറേറ്റർ ആണ്. ആൻഡ് ഇതിൽ ബ്ലാസ്റ്റ് ഇൻഡിക്കേറ്റർ കൂടിയാണ്. ഇതിൻ്റെ അകത്തുള്ള റൂൺസും മാന ബൈലറും എല്ലാം മാനിപ്പുലേറ്റ് ചെയ്യാനും അത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ ഒരു മിഡ് ടയർ സിൽവർ മേജിനെ പോലെ തന്നെ. അതേപോലെ ഇവന് ഞാനിട്ട പേരാണ് ടോബി. ഞാനിവന് നല്ല എക്സ്ട്രാ കെയർ കൊടുത്താണ് ഇവനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല ലെവൽ 5 ആണ് ഞാനിപ്പോൾ സെറ്റ് ആക്കിയിട്ടുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ഒരു ഡാർക്ക് ഓറഞ്ച് കോറുള്ള മാന ബീസ്റ്റിൻ്റെ തന്നെ സ്ട്രെങ്ത് ഇവനുണ്ട്. ആ സമയത്ത് ആർത്തർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ പറഞ്ഞു വിടുന്നത് ഈ ഡമ്മി ഏകദേശം ഒരു യെല്ലോ കോറുള്ള മനുഷ്യൻ്റെ അത്ര സ്ട്രോങ്ങർ ആണെന്നാണല്ലേ? ഡമ്മി അല്ല, ടോബി. അതെ, ടോബിക്ക് ഒരു സോളിലുള്ള അയൺ ബോഡി ഉണ്ട്. അത് മാത്രമല്ല അവന് നന്നായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അവൻ്റെ ഡ്യൂറബിലിറ്റി ഈവൻ ഹയർ ആണ്. നിനക്ക് ഉദ്ദേശിക്കാൻ പോലും പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നുണ്ട്. അവൻ നോക്കാൻ നേരത്ത് ആർത്തറിൻ്റെ കൈ അതിൻ്റെ അകത്തേക്ക് കുത്തി ഇറക്കിയിരുന്നു. എന്നിട്ട് അവൻ വലിച്ചൂരി അത് നേരെ താഴത്തേക്ക് വീഴുകയും ചെയ്യും. എന്നിട്ട് പറയും ചെയ്യും, ഗിഡിയൻ, എനിക്ക് തോന്നുന്നു നമുക്ക് ടോബിയുടെ ലെവലിൽ കുറച്ചുകൂടെ ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഗിഡിയനായിട്ട് വായം പൊളിച്ച് ഞെട്ടി തിരിച്ച് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് മറ്റൊരു സ്ഥലമാണ്. അവിടെ കുറേയധികം ബീസ്റ്റ് മരിച്ചു കിടപ്പുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ട്, അല്ലടാ, ഈ വാർത്തസ്കലിനെ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇത്രയും ഞാൻ കണ്ടിട്ടില്ല. അതുമാത്രമല്ല ഇത്രയും വലുതുമല്ല, ഇവരുടെ സ്കിന്നായിട്ട് ഇത്രയും ഗ്രേയും അല്ല. അപ്പോൾ അടുത്തും ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ഉറപ്പാണ് ഇവിടേക്ക് മനുഷ്യരും എൽസും ഡാവ്സും ഇതിനു മുമ്പ് വന്നിട്ടില്ലെന്ന്? ലാൻസ്ബെരിയൻ, അത് ഉറപ്പാണ്, ഇവിടേക്ക് ആരും തന്നെ വന്നിട്ടില്ല, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഇത് കേൾക്കുന്നത് അവൻ പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഉദ്ദേശിച്ചതല്ല. ഈ കാര്യം കുറച്ച് സീരിയസ് ആണ്. കാര്യം അവൻ്റെ കയ്യിലായിട്ട് ഒരു തുണിയുടെ കഷ്ണമുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. ഗൈസ്, എനിക്കറിയാം ഇന്നത്തെ വീഡിയോയ്ക്ക് ലെങ്ത് ശരിക്കും കുറവാണ്. ഗൈസ്, ഇന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു. സോ പെട്ടെന്ന് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും എപ്പിസോഡ് ഇടുന്ന ഓർത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും പറയുന്നുണ്ട് ലെങ്ത് കൂട്ടാനായിട്ട്. ഗൈസ്, നമുക്ക് ബിഗിനിങ് ആഫ്റ്റർ തന്നെ സപ്പോർട്ട് വളരെ കുറവാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല വീഡിയോയിൽ ലെങ്ത് കൂട്ടാനായിട്ട്. പക്ഷേ സപ്പോർട്ട് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ പോകുന്നത്. എന്തായാലും അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ പേജ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട.